ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 24 ഫെബ്രുവരി 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർച്ച് 31, 2021 മുതൽ നാഷണൽ ഇൻഡിസസ് ആയ നിഫ്റ്റി 50യിൽ നിന്നും ഗെയിൽ ഇന്ത്യ എന്ന PSU കമ്പനി മാറി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന PSU കമ്പനി വരികയാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കും. ആൾറെഡി ഈ ന്യൂസ് നമ്മൾ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സിൽ കവർ ചെയ്തതുമാണ്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ ഫൈസർ റിലേറ്റഡ് ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ബ്രസീലിൽ ഫൈസറിൻ്റെ വാക്സിന്, അതായത് ഫൈസറിൻ്റെ COVID-19 വാക്സിന് വൈഡ് സ്പ്രെഡ് യൂസിനുള്ള അംഗീകാരം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഈ ഫൈസർ എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ സനോഫി ഇന്ത്യ എന്ന കമ്പനി 125 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻറ്റും 240 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡിവിഡൻറ്റ് നൽകുന്ന കമ്പനിയായ കോൾ ഇന്ത്യ അതിൻ്റെ ഡിവിഡൻറ്റ് ഡിക്ലറേഷൻ 5 മാർച്ച് 2021 നടത്താനാണ് സാധ്യത. കാരണം 5 മാർച്ച് 2021 കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഡിവിഡൻറ്റ് അനൗൺസ്മെൻറ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PSU സെക്ടറിലെ ചില പർച്ചേസ് എഗ്രിമെൻറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ NTPCയും ഗെയിലും തമ്മിലുണ്ടാക്കിയ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം രത്നഗിരി ഗ്യാസിൻ്റെ 25% സ്റ്റേക്കുകൾ ഗെയിൽ NTPCക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതുപോലെ തന്നെ ഗെയിൽ കൊങ്കൺ LNGയിൽ നിന്നും എക്സിറ്റ് ആവുകയാണ്. ഫാർമ സെക്ടറിലെ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സൺ ഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്ത ക്യാൻസർ ഡ്രഗ് ആയ ടക്ലാൻഡിസ് എന്ന ക്യാൻസർ ഡ്രഗിനെ US ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസിയായ US FDA തേർഡ് ഫേസ് ക്ലിനിക്കൽ സ്റ്റഡീസിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. PSU സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ മസഗോൺ ഡോക്ക് എന്ന കമ്പനി മുംബൈ പോർട്ട് ട്രസ്റ്റുമായി മാരിടൈം ഇന്ത്യ സബ്മിറ്റ് 2021 മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം നമ്മൾക്ക് വളരെ വലിയ ഒരു മൊമെൻറ്റം വരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 13,700 കോടി രൂപയുടെ ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡിസൈൻഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ഡിഫൻസ് ഇൻസ്റ്റാളേഷൻസും ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന് പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഡിഫൻസ് സ്റ്റോക്കുകളിലെല്ലാം നല്ല മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പർച്ചേസ് എഗ്രിമെൻറ്റ്, അതായത് 13,700 കോടി രൂപയുടെ പർച്ചേസ്മെൻറ്റ് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്ക് HAL, BDL, L&T പോലുള്ള സ്റ്റോക്കുകളിൽ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, അതായത് ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളായ ടാറ്റ പവറും അതുപോലെ അശോക് ലൈലാൻഡിലും നമ്മൾക്ക് നല്ല മൊമെൻറ്റം കാണാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലെ റീസൺ ഏകദേശം 12,000-ഓളം ബസ്സുകൾ തമിഴ്നാട് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊമേഴ്സ്യൽ സെക്ടറിലെ കമ്പനിയായ ടാറ്റ മോട്ടോറിലും അതുപോലെ തന്നെ അശോക് ലൈലാൻഡിലും ഒരു മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇൻഡിഗോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡിഗോ ദുബായ് എയറോസ്പേസ് എന്ന കമ്പനിയിൽ നിന്നും 7 എയർബേസ് ലീസിനെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആൾറെഡി നമ്മൾക്കറിയാം ഇൻഡിഗോ അതിൻ്റെ ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റ് ഷെയർ 52% നിന്നും 55% ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു കമ്പനിയായ സ്പൈസ് ജെറ്റിൻ്റെ ഏവിയേഷൻ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 15% നിന്നും 13% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്പിരിറ്റ് എന്ന ലിക്കർ കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് പോപ്പുലർ ബ്രാൻഡ്സിനെ കുറിച്ച് ഒരു റിവ്യൂ നടത്തുകയാണ്. ഈ റിവ്യൂ 2021 കലണ്ടർ ഇയറോടുകൂടി അവസാനിക്കാനാണ് സാധ്യത. സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം നമ്മൾക്കൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ മൊമെൻറ്റത്തിന് പിന്നിലെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഗവൺമെൻറ് ചൈനീസ് മെറ്റൽ പ്രോഡക്ട്സുകൾക്ക് മുകളിൽ കൊണ്ടുവന്ന ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾക്ക് മെറ്റൽ സെക്ടറിലും പ്രത്യേകിച്ചും സ്റ്റീൽ സെക്ടറിലെ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളിലെല്ലാം ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ FDA റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചൈനീസ് കമ്പനികളുടെ 45ഓളം FDA പ്ലാനുകൾ ഗവൺമെൻറ് ഡിനൈ ചെയ്തു അല്ലെങ്കിൽ പെൻഡിങ് വെച്ചിട്ടുണ്ട്.
ഫണ്ട് റൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ടാറ്റ പവർ 400 കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. SBI കാർഡ് 580 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകളും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്